രാജ്യം ഞെട്ടിത്തരിച്ച വാർത്തയിലേക്കാണ്. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ മേഘവിസ്ഫോടനം. ധരാലി ഗ്രാമത്തിൽ മിന്നൽ പ്രളയവും മണ്ണിടിച്ചിലുമാണ് ഉണ്ടായത്. നിരവധി വീടുകൾ ഒഴുകിപ്പോയിട്ടുണ്ട്. 50-ലേറെ പേരെ കാണാതായിരിക്കുന്നു. ഗിർ നദിയിലൂടെ ഒഴുകിയെത്തിയ പ്രളയജലം ഒരു ഗ്രാമത്തെ തന്നെ തുടച്ചു നീക്കിയതിന്റെ ദൃശ്യങ്ങളാണ് ഇത് പുറത്തു വന്നത്. ആ ദൃശ്യങ്ങളുടെ നടുങ്ങലിലാണ് രാജ്യം. मंदिर नहीं मन की मरी ദുരന്തങ്ങൾ പലതും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആ ദുരന്തത്തിന്റെ ദൃശ്യം, ഇത്രമാത്രം ഭീകരമായിട്ടുള്ള ദൃശ്യം നമ്മൾ കാണുന്ന ഒരു പക്ഷേ സമീപകാലത്ത് ഇത് ആദ്യമായിട്ടാണ്. ബി ബാലഗോപാലുണ്ട്. ബാലു, എത്ര പേരിതിൽ പെട്ടുപോയിട്ടുണ്ടെന്നുള്ളത് ഇപ്പോഴും ഒരു കണക്കില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും പുതുതായി ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ലഭ്യമാവുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഈ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ പ്രദേശത്തെ കാലാവസ്ഥ സാഹചര്യം എങ്ങനെയാണ്? അക്ഷയ പറഞ്ഞതുപോലെ തന്നെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നിനാണ് ഇന്ന് ഉത്തരാഖണ്ഡ് ഈ സാക്ഷ്യം വഹിച്ചത്. ഉത്തരാഖണ്ഡിലെ ധരാളിയിൽ ആണ് ഉച്ചയ്ക്ക് ശേഷം 2 മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ആദ്യം മേഘവിസ്ഫോടനം ഉണ്ടായത് ഉച്ചയ്ക്ക് 1:45 മണിയോടുകൂടിയായിരുന്നു. ആ ധരാളിയിലെ ഖീർഗംഗയ്ക്ക് സമീപത്തായിരുന്നു ഈ മേഘവിസ്ഫോടനം ഉണ്ടായത്. തുടർന്ന് ഉരുൾപൊട്ടൽ ഉണ്ടാകുകയും മണ്ണും ജലവും ഈ ആൾക്കാർ താമസിക്കുന്ന ഗ്രാമത്തിൽ ഇരച്ചു വരുന്ന ദൃശ്യങ്ങളുമാണ് നമുക്ക് പിന്നീട് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ തെളിഞ്ഞു കാണുകയും ചെയ്യുന്നത്. ഒരു ഗ്രാമമാകെ ഒളിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഗ്രാമത്തിൽ നിരവധി പേരായിരുന്നു താമസിച്ചിരുന്നത്. പല വീടുകളും ഇപ്പോൾ ചെളിയിൽ മുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയിലാണ് നിലവിലുള്ളത്. ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് സൈന്യമായിരുന്നു. ഹാർഷിൽ സൈനിക ക്യാമ്പിൽ നിന്ന്, അതായത് ധാരാളിയിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയുള്ള ഹാർഷിൽ സൈനിക ക്യാമ്പിൽ നിന്ന് ഏതാണ്ട് 10 മിനിറ്റിനുള്ളിൽ തന്നെ സൈനികരെത്തി, 150ഓളം സൈനികരെത്തി ഈ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് ഉണ്ടായത്. 20ഓളം പേരെ രക്ഷിച്ചതായാണ് ഈ സൈന്യം ആദ്യം നൽകിയ വിവരം. 4 പേർ മരിച്ചതായും സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നിരവധി പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. കാരണം ഈ ചെളിക്കുള്ളിൽ ഈ ആൾക്കാർ പലരും ഈ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ ഉള്ളത്. ഈ രക്ഷാപ്രവർത്തനത്തിനായി സൈന്യത്തിന് പുറമെ ITBP, അതുപോലെ തന്നെ NDRF, SDRF എന്നിവയിലെ അംഗങ്ങളും ഈ ധരാളിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ കാലാവസ്ഥ ഒരു വലിയ വെല്ലുവിളിയായി തുടരുകയാണ്. മഴ ഇപ്പോഴും ആ പ്രദേശത്ത് ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ ഇരുട്ട് വീഴുന്നത്, അതായത് ഇരുണ്ട് കഴിഞ്ഞാൽ സൂര്യാസ്തമയത്തിന് ശേഷം ഇരുൾ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രക്ഷാപ്രവർത്തനം നടത്താനുള്ള ബുദ്ധിമുട്ട് ഇരുട്ടാവുകയാണ്. സമയം 6 മണി പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ സമയം മുന്നോട്ട് പോകുന്നതും രക്ഷാപ്രവർത്തനത്തിന് അത്രമാത്രം വെല്ലുവിളിയാകുമെന്നതിൽ സംശയമില്ല.